പക്ഷെ ജനങ്ങൾക്ക് കാര്യം ബോധ്യമായിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഒരാൾക്ക് 1 കോടി വെച്ച് കൊടുക്കാനുള്ള പണം പിണറായി വിജയന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ നിങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. നിങ്ങൾ നിശബ്ദരായി സംസ്ഥാന സർക്കാരിനൊപ്പം തന്നെ നിൽക്കുകയായിരുന്നു ഈ ഘട്ടം വരെയും. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കണക്കുകൾ ഇങ്ങനെ ലാപ്സാക്കി കളഞ്ഞു എന്ന് പറയുന്ന കണക്ക് ഇവിടെ ഈ തരത്തിലുള്ള നൂലാമാലകളിലൊന്നും പെടാതെ തന്നെ ഉപയോഗിക്കാവുന്ന 445 കോടി രൂപ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുള്ള കണക്ക്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന 1280 കോടി രൂപയുടെ കണക്ക്, ഓരോ കുടുംബത്തിനും ഓരോ കോടി വീതം കൊടുക്കാനുള്ള തുക ഇവിടെ ഇതിനകം ഉണ്ട് എന്നാണ് കേന്ദ്രം പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇനി കേന്ദ്രം തരണ്ടല്ലോ. അല്ല, സംസ്ഥാന സർക്കാരിന്റെ ഞാൻ പറയട്ടെ, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ധാരാളം പിഴവുകളും ന്യൂനതകളും അഴിമതിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും പറയാൻ BJP-ക്കാരന് യാതൊരു അവകാശമില്ല. കാരണം കേരളത്തോട് ഇത്ര അനീതി കാണിച്ച ഒരു സർക്കാരാണ് കേന്ദ്ര സർക്കാർ. അതുകൊണ്ട് BJP-ക്കാരന് ഇവിടുത്തെ സർക്കാരിൻ്റെ ന്യൂനതൊക്കെ പറയുന്നത് അഭിനയിക്കുകയാണ്. ഇവർ തമ്മിലൊക്കെ ആച്ചമ്മ പോലെയാണ്. ഇവരെ കന്തകാലൊക്കെ നമുക്കറിയാം. ഇപ്പോൾ പറഞ്ഞാൽ ഈ പ്രകാശ് മാഷയ്ക്ക് ഒരു 6 മാസത്തിന് വയനാട്ടിലേക്ക് പോകാൻ കഴിയും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇന്ന് ഈ പറഞ്ഞ ഈ കണക്കൊക്കെ അവിടെ ഉള്ളവർ ഇരുന്ന് കേൾക്കില്ലേ? ഇല്ലാത്ത ഈ കണക്കുകൾ പിന്നെ അവിടുത്തെ പിന്നെ ഭൂമിയുടെ കാര്യം പറഞ്ഞു. ആ ഭൂമിക്ക് ആ ലീസിന് കൊടുത്തത് ലീസ് കാലാവധി കഴിഞ്ഞെടുക്കും, പൈസ കൊടുക്കണമെന്ന് ലീഗ് പറഞ്ഞു. എവിടെ പറഞ്ഞു? എവിടെയാണ് ലീഗ് പറഞ്ഞത്? ലീഗിന് ഒരു നേതാവ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചു തരുമോ? നിങ്ങളെ ഗവൺമെൻറ്റിൻ്റെ രാജു മന്ത്രി, റിയാസ് മന്ത്രി, അവരായിരുന്നു വയനാടിൻ്റെ ചുമതല. ഞങ്ങൾ PK ബഷീറും PK ഫിറോസും ഒക്കെ അടങ്ങുന്ന ഞങ്ങൾക്കും ഒരു ഉപസമിതി ഉണ്ടായിരുന്നു. അവർ തമ്മിൽ എത്ര സഹകരണാത്മകമായിട്ടാണ് വയനാട് നീങ്ങിയത്. വയനാടിൽ ഏറ്റവും നല്ല കവറേജ് നടത്തിയ ഒരു ടെലിവിഷനാണ് റിപ്പോർട്ടർ. ആ റിപ്പോർട്ടർ ഈ സ്മൃതിയും അരുൺകുമാറും എല്ലാ സംഘം അവിടെ ഉണ്ടായിരുന്നു. അവിടെ എന്തെങ്കിലും പൊളിറ്റിക്സ് ഞങ്ങൾ കളിച്ചോ? ഇന്ന് എന്തൊക്കെയാണോ ഒന്ന് പറയുന്നത്? താങ്ങാൻ പോയി ലീഗ് എവിടെ അതെ. പിന്നെ എവിടെ നിന്നാണ് ഈ പ്രകാശ് മാഷ് എന്ത് കണ്ടിട്ടായി വർത്താനം പറയണത്? ഈ പ്രകാശ് മാഷ് അവിടെ ഇല്ല, ലീഗ് BJP-നെ താങ്ങാൻ പോയി. എന്നാൽ അതേ അദ്ദേഹം പറയുന്നു ഒരുമിച്ച് അസംബ്ലിയിൽ പ്രമേയം എടുത്തു. അങ്ങനെ ലീഗിന് BJP-നെ താങ്ങാൻ പോകണോ നിങ്ങളെ കൂടെ ഒരുമിച്ച് പ്രമേയം എടുക്കുമോ? എന്ത് ഭർത്താനായി പറയണത്? ഈ കേരളത്തിനോടൊപ്പമാണ് ഞങ്ങൾ എന്നാണ് ഞങ്ങൾ സെൻട്രൽ പോയി പറഞ്ഞത്. പിന്നെ കേന്ദ്രം അവഗണിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ സ്മൃതി. ഈ കേന്ദ്രം കേരളത്തിനെ അവഗണിക്കുന്നതിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ ഒരു പുതിയ അപ്പോയിൻമെൻ്റ് നടത്തിയിട്ടുണ്ട് ഡൽഹിയിൽ. KV തോമസ് എന്ന മനുഷ്യനെ വലിയ തുക പ്രതിഫലം നൽകിയിട്ട് വലിയ സ്റ്റാഫുകൾ, ഔദ്യോഗിക കാറ്, വീട്, സംവിധാനം, ഈ അടുത്ത അസംബ്ലിയിൽ വെച്ച കണക്ക് പ്രകാരം കോടിക്കണക്കിന് രൂപയാണ് ചെലവായത്. എന്തിനാണ്? എനിക്ക് അമിത്ഷാജിയുമായി നല്ല ബന്ധമാണ്, എനിക്ക് മോഡിജിയുമായി വലിയ ബന്ധമാണ്. ആ ബന്ധം ഉപയോഗിച്ച് ഈ സംസ്ഥാനത്തിന് അവകാശങ്ങൾ നേടിയെടുക്കും. എന്താ മുഖ്യമന്ത്രി പിണറായി പറഞ്ഞത്? KV തോമസിന്റെ ഇത്ര കാലത്ത് അനുഭവ സമ്പത്തും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായുള്ള ബന്ധം ഉപയോഗം സ്റ്റേറ്റിൽ കൊടുത്തും 10 നയാ പൈസയുടെ ഉപകാരം ഈ മനുഷ്യനെ കൊണ്ട് ഈ കേരളത്തിലുണ്ടായോ? എന്നാൽ എത്ര കോടി പാവപ്പെട്ടവന് നികുതി പണം പോയി? ഈ ആർത്തി പണ്ടായിരത്തിന് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് കാലത്തറായി. എന്തിനു സുപ്രീം കോടതി പോയി? ഇമ്മാതിരി മനുഷ്യന്മാരെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് എന്നിട്ട് പറയാ കോടതി പോകാൻ ഒരു KV തോമസിന്റെ ആവശ്യമുണ്ടോ? എന്തിനാണ് അയാളെ തിരിച്ചു വിളിക്കി? കേന്ദ്രത്തിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ, സ്റ്റേറ്റിന് അവകാശപ്പെട്ടത് വാങ്ങിത്തരാൻ അയാൾക്ക് കഴിയില്ലെങ്കിൽ എന്തിനാ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, തമിഴ്നാട് ഭരിക്കുന്നത് BJP അല്ല. അവിടെ 944 കോടി കൊടുത്തു. 2000 ചോദിച്ചപ്പോഴേക്കും 944 കോടി പെട്ടെന്ന് കൊടുത്തിരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? അവിടെ അവർക്ക് അത് മാനേജ് ചെയ്യാൻ അറിയാമെന്ന്. ഒന്ന് തമിഴരെ പേടിയവർക്ക് മനസ്സിലായോ? മലയാളിയെ 4-5 കമ്പാർട്ട്മെന്റ് ആക്കിയല്ലോ എല്ലാവരും കൂടെ കൂടി. പക്ഷേ തമിഴ് ജനത ഉണ്ടല്ലോ ഒരുമിച്ചാ നിൽക്കുക. തമിഴരെ പേടിയാണ്. ഒരു കേന്ദ്രമന്ത്രി കണ്ട് പോകാൻ കഴിയില്ല. ഒന്ന് അതന്നെ. 2, ജയസൂര്യക്ക് പറയാൻ അവകാശമില്ല എന്നുള്ളൂ. സംസ്ഥാന സർക്കാരിൻ്റെ അടുത്ത് ഒരുപാട് ജാഗ്രത കുറവ് ഈ എസ്റ്റിമേഷൻ തയ്യാറാക്കുന്നതിലുണ്ടായിട്ടുണ്ട്. 75,000 രൂപയ്ക്ക് ശവസംസ്കാരം എന്ന് പറയുമ്പോൾ അതിശോക്തി അറിഞ്ഞ കണക്കാണത്. അത് ഞങ്ങളെ പാർട്ടി വിമർശിച്ചിട്ടുണ്ടതിൽ. എന്ത് എസ്റ്റിമേഷൻ ആണെങ്കിൽ പോലും ഒരു പക്ഷേ കേന്ദ്രത്തോട് ചോദിച്ചാൽ അത്ര കിട്ടിയില്ല. ഇതൊക്കെ ന്യായീകരണമാണെങ്കിൽ പോലും ചില ശീർഷകങ്ങൾ ഒരുപാട് ദുർവ്യാഖ്യാനിക്കപ്പെട്ടു. ഇതിനെ ഒരു അവസരമാക്കി ഉപയോഗിക്കാൻ BJP-ക്ക് അവസരം കൊടുത്തു. അതാണ്ടായത്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ വേണ്ടത്ര ജാഗ്രത വേണമായിരുന്നു. നമ്മളിവിടെ പറഞ്ഞതാണ്, ഞങ്ങളിപ്പോൾ ഇത്രയും കാലം കാത്തുന്നു. ഇപ്പോൾ നോക്കി ഞങ്ങളെ കുറ്റം പറഞ്ഞു കൊടുക്കുകയാണല്ലോ. ഞങ്ങളോട് ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ച്
അവിടുത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുണ്ട്, വ്യാപാരി വ്യവസായി സമിതിയുണ്ട്, CPM-നോടൊക്കെ. ആ വ്യാപാരി വ്യവസായ സമിതി ജില്ലാ കമ്മിറ്റി എടുത്തൊരു പ്രമേയമുണ്ട്, ഒരു കത്ത്. എന്താ അറിയോ? വ്യാപാരികളെ സഹായിക്കാൻ മുന്നോട്ട് വന്ന ഏക രാഷ്ട്രീയ പാർട്ടി, ഒരു സർക്കാർ പോലും തിരിഞ്ഞു നോക്കാത്തപ്പോൾ. അങ്ങനെ വേദനിക്കുന്നവരല്ല ഞങ്ങൾ പല്ലി കില്ലി ഉത്തരണ്ട്. അതൊക്കെ വയനാട് ചൂരമല പോയി പറഞ്ഞു, അടി കിട്ടും നിങ്ങൾക്ക്. മുസ്ലിം ലീഗിനെ ഉത്തരം താങ്ങിയ പല്ലി എന്നൊക്കെ അവിടെ പോയി എന്ന് പറഞ്ഞോക്ക്. അപ്പൊ അറിയും ഞങ്ങൾ അത്ര ആത്മാർത്ഥപരമായാണ് ഈ വിഷയത്തിൽ. ഓരോരുത്തരും അവരവന് കഴിയുന്ന രൂപത്തിലാണ് പ്രവർത്തിക്കേണ്ടത്. അതിനെ ആ രൂപത്തിൽ അപമാനിക്കുന്നത് ശരിയല്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.